എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്യാരറ്റ് മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ മെഴുക്കുവരട്ടി. വിദേശത്തിരുന്ന് കാണുന്നവരും നാട്ടിലിരുന്ന് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുന്നതിലും ഷെയർ ചെയ്യുന്നതിലും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഈ കറി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ് ക്യാരറ്റ് മെഴുക്കുവരട്ടി. ഇത് ഞാനിവിടെ മിക്കവാറും ചെയ്യുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായിട്ടുള്ളത് 3 ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു ഇടത്തരം ക്യാരറ്റും 2 ചെറിയ ക്യാരറ്റുമാണ് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ സബോള എടുത്തിട്ടുണ്ട്, 5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, 4 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് ക്യാരറ്റ് ഒന്ന് മുറിച്ചെടുക്കാം. ഇതിങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഓരോന്നെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നീളത്തിലരിഞ്ഞ് എടുക്കാം. ഞാൻ മെഴുക്കുവരട്ടിക്ക് നീളത്തിലാണ് അരിഞ്ഞ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അരിയാവുന്നതാണ്. ഇത് നമുക്ക് നന്നായി ഒന്ന് അരിഞ്ഞെടുക്കാം. എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ ക്യാരറ്റ് മുഴുവൻ നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ സവോളയെ അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നീളത്തിലരിഞ്ഞ ക്യാരറ്റ്, 2 കറിവേപ്പില, ഒരു സവോള നീളത്തിലരിഞ്ഞത്, കൊച്ചുള്ളി, പച്ചമുളക്. പിന്നെ നമുക്ക് ഒരു അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് നമുക്ക് അല്പം ചേർക്കാം. ഈ കടുക് ഒന്ന് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊരു ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. ഞാനിതിലേക്കൊരു 3 വെളുത്തുള്ളി ചതച്ച് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇത് ഓപ്ഷണലാണ്. ഈ പച്ചമുളക് ഇതിൽ കിടന്നൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള ഞാൻ ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായി വഴന്നു വരുന്നതിനായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഈ സവോള നന്നായി ഒന്ന് വഴന്നു വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
ഒന്നുകൂടി ഒന്ന് ഇളക്കി നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, അതും കൂടി ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇത് മസ്റ്റായിട്ടും വേണം. കുരുമുളകാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്തിട്ടുള്ളത്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ അല്പം ചതച്ച മുളക് കൂടി ചേർത്താൽ കാണാനും നല്ലൊരു ഭംഗിയാണ്. പിന്നെ നല്ലൊരു എരിവും ഒക്കെ നമുക്ക് കിട്ടും. മറ്റൊരു കറി ഇല്ലെങ്കിലും നമുക്ക് ചോറുണ്ണാൻ പറ്റും. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം, പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കാം. ഇതും കൂടി ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പൊടികളൊക്കെ ഈ ക്യാരറ്റിലേക്കൊന്ന് പിടിച്ചോട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇതിന് നികക്കെ വെള്ളം നിന്നാൽ മതി. ക്യാരറ്റിന് ഒരല്പം വേവുണ്ട്, അത് വേകാൻ മാത്രമുള്ള വെള്ളം ചേർത്താൽ മതി. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ അല്പം ചേർക്കുക. എനിക്കൊരു അല്പം ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു, ഞാനിതിലേക്ക് ചേർക്കുന്നു. ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇതിനി നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കാം. എൻ്റെ കറി വെക്കുന്ന സമയത്ത് ജനലിൽ നിന്നൊരു വെട്ടം വന്നിട്ടുണ്ട്, അതാണ് ആ കാണുന്നത്. എല്ലാവരും ക്ഷമിക്കണേ. സൂര്യപ്രകാശമാണ്. ഇത് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ വലുതായി, അവർക്കൊക്കെ ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. മറ്റൊരു കറി ഇല്ലെങ്കിലും ചോറുണ്ണാൻ തോന്നും. ആ കുരുമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ എന്നെ. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് തരുന്ന നല്ല നല്ല കമൻറ്റുകൾക്കും ലൈക്കിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുക. വീണ്ടും നാളെ ഇതേ സമയം വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി.